ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച് പ്രിവ്യൂ. റൗണ്ട് ഓഫ് 32 പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ ആയിരുന്നു ഫസ്റ്റ് റൗണ്ട് ഓഫ് 32 മാച്ച് ഉണ്ടായിരുന്നത്. അതിൽ കാനഡ 1-0 എന്നുള്ള സ്കോറിൽ വിജയിച്ച് അവർ ഫസ്റ്റ് റൗണ്ട് ഓഫ് 32 വിൻ ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് റൗണ്ട് ഓഫ് 32 ഇന്ന് രാത്രി 10:30 നമ്മുടെ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നെക്സ്റ്റ് ഉള്ളതാണ് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. ദിസ് ഇസ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ബ്ലോക്ക് ബസ്റ്റർ ആവാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മാച്ചാണ് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച് എന്ന് പറയുന്നത്. ബ്രസീൽ നമുക്കറിയാം, ദേ ആർ കിങ്സ് ഓഫ് വേൾഡ് കപ്പ് അല്ലെങ്കിൽ കിങ്സ് ഓഫ് നാഷണൽ ടീം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ടീമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പുറത്ത് ജപ്പാനാണെന്നുണ്ടെങ്കിൽ 2002 തൊട്ട് 2006 വരെയാണ് ഐ തിങ്ക് സീക്കോ വന്ന് വളരെ അവരുടെ ആ ഒരു ഫുട്ബോൾ രീതി തന്നെ, ഫുട്ബോൾ സ്റ്റൈൽ തന്നെ മാറ്റി ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് ഫുട്ബോൾ പരിപാടി കൊണ്ടുവന്ന് അവരെ മൊത്തത്തിൽ മാറ്റിയ ഒരു ആളാണ് സീക്കോ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പിന്നെ 2018 ആയ സമയത്ത് അവർ പീക്കായി അവരവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്ലേയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റും ഫ്രം കുട്ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് 2018 അവർ ഓൾമോസ്റ്റ് നോക്കൗട്ട് വരെയൊക്കെ എത്തി. പിന്നെ 2022 റൗണ്ട് ഓഫ് 16 എത്തി. അങ്ങനെ റൗണ്ട് ഓഫ് 16 ഇതുവരെ അവർക്ക് കടക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ദേ ആർ ഡെവലപ്പിംഗ്. അതാണ് അവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ ദേ ആർ വെരി ഡേഞ്ചറസ് ടീം. അക്കോർഡിംഗ് ഇൻ ഫുട്ബോൾ നൗ ദേ ആർ എ വെരി ഡേഞ്ചറസ് ടീം. ദാറ്റ്സ് എ റിയാലിറ്റി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരൊരു കിഡിലൻ ഗ്രൂപ്പിലാണ് ചെന്ന് പെട്ടത്. ഹോളണ്ട്, സ്വീഡൻ, ജപ്പാൻ, പിന്നെ അതുപോലെ തുനീഷ്യയാണ് അതിലെ ഒരു ദുർബലർ എന്നൊക്കെ പറയുന്ന രീതിയിൽ തുനീഷ്യ മാത്രമായിരുന്നു. പക്ഷേ ഹോളണ്ട്, സ്വീഡൻ ഇവർ രണ്ടുപേരും കിഡിലൻ ടീമാണ്. തേർഡ് പ്ലേസിലുള്ള ബെസ്റ്റ് 8 മാത്രമേ ഇവർക്ക് കടക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് ഇവർ സെക്കൻഡ് ഫിനിഷ് ചെയ്ത് ഹോളണ്ടിനായിട്ട് സമനില, സ്വീഡനായിട്ട് സമനില, തുനീഷ്യനായിട്ട് എതിരില്ലാത്ത 4 ഗോളിന് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ സെക്കൻഡ് പ്ലേസിലെത്തി. അങ്ങനെയാണ് ബ്രസീലിനെ അവർക്ക് കിട്ടിയത്. ബ്രസീലാണ് അപ്പുറത്തുനിന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡെഡ്ലി ആയിട്ടുള്ളൊരു ഗ്രൂപ്പിൽ തന്നെയാണ് ചെന്ന് പെട്ടത്. ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ്, ഹെയ്ത്തി ഇവർ 4 പേരുമായിരുന്നു ഗ്രൂപ്പ് സി എഫ് ഏതുകൊണ്ട് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെട്ടത്. ഫസ്റ്റ് മാച്ച് തന്നെ മൊറോക്കോ അടിച്ചു കൊടുത്ത് 1-1 സമനില. അത് ഒരു ടഫ് മാച്ചായിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. അവരെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുത്തു ബ്രസീലിന്. ആൻസലോട്ടിയുടെ ബ്രസീലിന് വേൾഡ് കപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ദിസ് ഈസ് വേൾഡ് കപ്പ്, ഇങ്ങനെയായിരിക്കും വേൾഡ് കപ്പ്, നോക്കൗട്ട് മാച്ചസ് ഒക്കെ ഇങ്ങനെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള രീതിയിൽ മൊറോക്കോ ഒരു ഭീകര പെർഫോമൻസ് അങ്ങോട്ട് ഫസ്റ്റ് മാച്ചിൽ കാണിച്ചു കൊടുത്തു. ആ ഒരു മാച്ചിൻ്റെ റിസൾട്ടായിട്ട് ഇവർ പിന്നെ ചേഞ്ചസ് വരുത്തി. ഫസ്റ്റ് മാച്ചിൽ നമുക്കറിയാം സ്ട്രൈക്കറായിട്ട് ഈഗോർ തിയാഗിനെ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അതൊന്നും ഒട്ടും സക്സസ്ഫുൾ ആയില്ല. സെക്കൻഡ് മാച്ചിൽ മാത്യൂസ് കുഞ്ഞിനെ കൊണ്ടുവന്ന് 2 ഗോൾ സ്കോർ ചെയ്തു. അതിന് സ്കോട്ട്ലൻഡിനായിട്ട് 1 ഗോൾ സ്കോർ ചെയ്തു. പിന്നെ വിനീഷ്യസ് ജൂനിയർ ഭീകര പെർഫോമൻസും 3 മാച്ചിലും മാൻ ഓഫ് ദ മാച്ച് നേടിയ ഏക പ്ലെയർ എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറാണ്. കണ്ടിന്യൂസ് ആയിട്ട് 3 മാച്ചിൽ ഗോൾ സ്കോർ ചെയ്ത പ്ലെയർ എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറാണ്. അങ്ങനെ വിനീഷ്യസ് ജൂനിയർ ക്യാരി ചെയ്യുന്ന ടീമിന് 3ാമത്തെ മാച്ചിൽ നെയ്മറും കൂടെ വന്ന് ഒരു ആ ടീമിന് ഒരു അപ്ലിഫ്റ്റ് കിട്ടേണ്ട ഒരു ടൈമാണ്. ഈ നോക്കൗട്ട് തൊട്ട് നെയ്മർ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആൻസലോട്ടി ഇറക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ അങ്ങനെയാണ് ബ്രസീലും ജപ്പാനും ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ബ്രസീലാണെന്നുണ്ടെങ്കിൽ 4-2-1-3 എന്നുള്ളൊരു ഫോർമേഷൻ, ആ ഒരു ടാക്ടിക്സിലാണ് ആൻസലോട്ടി അധികം ഇറക്കി വിടുന്നത്. ഒരു AMF, 3 ഫോർവേഡുകൾ, 2 മിഡ്ഫീൽഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ 4 ഡിഫൻഡേഴ്സ്. ഈ ഒരു ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ 3-4-3 എന്നുള്ളൊരു ഫോർമേഷനിലാണ് ജപ്പാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാൻ്റെ ആകെ അറിയുന്നൊരു പ്ലെയർ ഉള്ളത് കുബോ, പിന്നെ കേട്ടുപരിചയമുള്ളൊരു പേര് നാക്കമോറ. അങ്ങനത്തെ ആൾക്കാർ വളരെ കുറച്ച് പേര് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. പക്ഷേ കുറച്ചൊക്കെ യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നവരുണ്ട്, ജാപ്പനീസ് ലീഗിൽ കളിക്കുന്നവരുണ്ട്. പക്ഷേ അവർ ഭയങ്കര സിംഗിളായിട്ടാണ് കളിക്കുന്നത്. അവരുടെ ലാസ്റ്റ് മാച്ചസ് ഒക്കെ നോക്കിയാൽ മതി. ഞാൻ സ്വീഡൻ വേഴ്സസ് ജപ്പാൻ മാച്ച് മാത്രമാണ് ലൈവായി കണ്ടത്. ഹോളണ്ട് വേഴ്സസ് ജപ്പാൻ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ കണ്ടു. തുനീഷ്യ വേഴ്സസ് ജപ്പാൻ്റെ മാച്ചിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ഞാൻ കണ്ടു. തുനീഷ്യക്ക് ലിറ്ററലി ഒന്ന് നിസ്സഹായരായ അവസ്ഥയിൽ നിൽക്കുകയാണ് ജപ്പാനെതിരെയൊക്കെ. കാരണം അവർ ദേ ആർ വെരി ആക്സിലറേറ്റഡ്, ദേ ആർ വെരി ഫിസിക്കൽ, നല്ല സിങ്ക്, നല്ല ത്രൂ ബോളുകൾ വരുന്നു, നല്ല ഹെഡേഴ്സ് വരുന്നു. ഹോളണ്ടൊക്കെ നമുക്കറിയാം ഭയങ്കര ഹൈറ്റുള്ള പ്ലേയേഴ്സ് ഉള്ളൊരു പരിപാടിയാണ്. ആ ഒരു ടീമാണ് ഹോളണ്ട്. പക്ഷേ ആ ടീമിനൊക്കെതിരെ ഹെഡറിൽ ഗോൾ സ്കോർ ചെയ്യുക. അവസാനം വെച്ച് ഹോളണ്ടിന് 2-1 എന്നുള്ള സ്കോറിന് ജയിച്ചിരിക്കുന്ന സമയത്ത് 88ാമത്തെ മിനിറ്റിൽ ഒരു ഹെഡ് ഈക്വലൈസർ അടിച്ച് അവരെ അത്ഭുതപ്പെടുത്തുക. അങ്ങനെ ഒരു ജപ്പാൻ ഈസ് നോട്ട് എ സ്മോൾ ഫിഷ്. ദാറ്റ്സ് എ റിയാലിറ്റി. നമുക്ക് ബ്രസീലിൻ്റെ ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം, ഏഷ്യൻ ടീമിലെ ഏറ്റവും വൺ ഓഫ് എ ബിഗ് ജയൻ്റ് ആണ് ഈ ഒരു ജപ്പാൻ എന്ന് പറയുന്നത്. സോ ഈ ടീമിനെതിരെ ബ്രസീൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ടീമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. സോ ദേ വേഴ്സസ് ദ കിങ്സ് ഓഫ് നാഷണൽ ടീം, കിങ്സ് ഓഫ് വേൾഡ് കപ്പ്, 5 വേൾഡ് കപ്പുള്ള 5 സ്റ്റാറുള്ള ഏക ടീം എന്ന് പറയുന്ന ബ്രസീലും. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? സംഭവം ഇതൊരു
ക്യൂരിയോസിറ്റി ഒരു ഇൻറ്റൻസിറ്റി ആയിരുന്ന നെക്സ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ഇനി വൺ സൈഡഡ് ആവാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ഓക്കെ, ബ്രസീലാണെന്നുണ്ടെങ്കിൽ കിഡിലം പ്ലേയേഴ്സാണ്, പക്ഷേ ദേ ലാക്കിംഗ് ഓഫ് സിങ്ക് ഭയങ്കര കുറവാണ്. മൊറോക്കോക്കെതിരെ ഭയങ്കര കുറവായിരുന്നു. ഹെയ്റ്റിക്കെതിരെ അത് കുറച്ച് കിട്ടി, സ്കോട്ട്ലൻഡിനെതിരെ ഒരു കുറച്ചും കൂടെ കിട്ടി. ഇനി ജപ്പാനെതിരെ എന്ത് സംഭവിക്കും? അത് ബ്രസീലിൻ്റെയൊക്കെ ഒരു മിഡ്ഫീൽഡ് തീരുമാനിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, മിഡ്ഫീൽഡും അറ്റാക്കിങ്ങും ആയിരിക്കും തീരുമാനിക്കുക. ഡിഫെൻസീവ് കഴിഞ്ഞ 3 ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസിലും വലിയ കുഴപ്പമില്ല എന്നല്ല, ദേ ആർ വെരി ഗുഡ്. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ബ്രൂണോ ഗിമർസും കെസമിറൊക്കെ ഫസ്റ്റ് മൊറോക്കൻ്റെ മാച്ചിൽ നല്ല ശോകമായിരുന്നു. പിന്നെ ഗുയിമർസ് നല്ല നല്ല ത്രൂ ബോളുകൾ കൊടുക്കുന്നുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള ത്രൂ ബോളുകൾ കൊടുക്കുന്നുണ്ട്. ഇനി AMF റോളിൽ നെയ്മറും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെറ്റാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എനിക്കറിയില്ല ആൻസലോട്ടി ഫസ്റ്റ് ലെവലിൽ നെയ്മറിനെ ഇറക്കുമല്ലേ എന്നൊന്നും ഇതുവരെ പ്രോപ്പർ ലെവലിലൊന്നും അങ്ങനൊന്നും കൺഫേം ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ ഇറക്കും തന്നെയാണ് നമ്മുടെ വിശ്വാസം. അറിയില്ല, ലെഫ്റ്റിൽ വിനീഷ്യസ്, റൈറ്റിൽ റയാൻ ഓർ ലൂയിസ് എൻട്രിക്ക്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാച്ച് ആയിരിക്കും. മിക്കവാറും റയാനെ ആയിരിക്കും ഇറക്കാൻ ചാൻസ് ഉള്ളത്. സ്ട്രൈക്കറായിട്ട് മാത്യൂസ് കുഞ്ഞ, അത് കൺഫേമാണ്. അതെന്തായാലും മാത്യൂസ് കുഞ്ഞിനെ ഇറക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഈസ് സ്കോറിങ് ദ ഗോൾസ്, ലിറ്ററലി ക്രിയേറ്റിംഗ് ദ ചാൻസസ്, ഡിഫൻസിനെ സഹായിക്കുന്നുണ്ട്, മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ വന്നെടുത്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. സോ ഒരു പിടിച്ച് കളിക്കുന്ന ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലാണ്, പക്ഷേ ബട്ട് സ്റ്റിൽ ഈസ് ഗോളിങ് ദ സ്കോർ. ഒരു സ്ട്രൈക്കറിൻ്റെ റോൾ കൂടെ ചെയ്യുന്നുണ്ട് മാത്യൂസ് കുഞ്ഞ. അപ്പോൾ അതും കൂടെ നമ്മൾ മാത്യൂസ് കുഞ്ഞിനെ കൺസിഡർ ഉണ്ട്. സോ അത് പുള്ളി തന്നെ ആയിരിക്കും, മാത്യൂസ് കുഞ്ഞിനെ ആയിരിക്കും. ഗോൾ കീപ്പർ ആലീസൺ ഓഫ് കോഴ്സ്, മഹല്ലസും മാർക്കിനിയോസും ആയിരിക്കും ഡിഫെൻഡിങ്ങിൽ ഉണ്ടാവുക. റൈറ്റ് ബാക്കിൽ ഡാനിലോ, ലെഫ്റ്റ് ബാക്കിൽ ഡഗ്ലസ് സാൻഡോസ് ആണ് ഇതുവരെ കളിച്ചത്. പക്ഷേ അലക്സാൻഡ്രോ പരിക്ക് മാറി വന്നിട്ടുണ്ട്. സോ മേ ബി പുള്ളിയെ സഹായിക്കാനും അലക്സാൻഡ്രോനെ ടെസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അറിയില്ല ആൻസലോട്ടി എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അലക്സാൻഡ്രോ ആണ് സത്യത്തിൽ നമ്മുടെ ഫസ്റ്റ് ലെഫ്റ്റ് ബാക്ക്. പക്ഷേ ഡഗ്ലസ് സാൻഡോസ് പുള്ളിനെ ഒരു നൈസായി കളിക്കുന്നുണ്ട് പുള്ളി. ഓക്കെ, ഒരു ഈ അലക്സാണ്ടറിൻ്റെ സബ്ബായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ നൈസായിട്ട് കളിക്കുന്നുണ്ട്. ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇതുവരെ നമുക്ക് വിങ്ങിൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഓപ്പോസിറ്റ് വന്നിട്ടില്ല. മൊറോക്കോക്കെതിരെ ആ ഒരു മിഡിലാണ് ബ്രൈം ഡൈസ് ഒക്കെ കളിച്ചത്. വിങ്ങിൽ അത്രയധികം വന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ജപ്പാൻ്റെ കളികളെല്ലാം വിങ്ങി കൂടെയാണ്. അത് നമ്മൾ ജപ്പാൻ്റെ മാച്ചസ് ഒക്കെ നിങ്ങൾ കണ്ടാൽ മതി. അവർ 3-4-3 എന്നുള്ളൊരു ഫോർമേഷനിൽ ഇറക്കിയതാണ്. 3 ഡിഫൻഡേഴ്സ്, 2 വിങ്ങേഴ്സ്, 2 മിഡ്ഫീൽഡേഴ്സ്, 2 സ്ട്രൈക്കേഴ്സ്, അല്ലെ 3 സ്ട്രൈക്കേഴ്സ്, 3 ഫോർവേഡുകൾ. ഈ 2 വിങ് ബാക്കുകൾ തമ്മിൽ നല്ല സ്റ്റാമിനുള്ള 2 പേര്. അവരും അറ്റാക്കിലും ഉണ്ടാവും, ഡിഫെൻഡിങ്ങിലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് കൊളംബിയൻ്റെ കണ്ടില്ലായിരുന്നു വിങ് ബാക്ക് 2 പോർച്ചുഗലിനെ അഗെയിൻസ്റ്റ്. അതുപോലെ ജപ്പാൻ്റെ മാരക സ്റ്റാമിനയുടെ അവർക്കൊക്കെ ഉയ്യോ, അവരുടെ മാച്ചസ് 90 മിനിറ്റ് വരെ ഭീകര ഇൻറ്റൻസിറ്റിയിൽ അവർ കളിക്കും. സോ ദേ ആർ വെരി വെരി ഡേഞ്ചറസ് 11 ആണ് ജപ്പാൻ എന്ന് പറയുന്നത്. സോ എന്ത് സംഭവിക്കും എന്നൊന്നും അറിയില്ല. ലിറ്ററലി ബ്രസീൽ ജയിക്കും തന്നെയാണ് ഇതുവരെയുള്ള ഒരു പ്രഡിക്ഷൻ വെച്ച്. ജപ്പാനെ പിന്നെ നെയ്മറും ജപ്പാനും തമ്മിൽ അതിഭീകരമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. 5 മാച്ചിലെങ്ങാണ്ടായിട്ട് 9 ഗോൾ ജപ്പാനെതിരെ നെയ്മർ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ നെയ്മറും ജപ്പാനും ദേ ആർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗോള് നിർബന്ധമാണ്. സോ നെയ്മറെ ഈ ഒരു മാച്ചിൽ ഇറക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. നെയ്മർ ഗോൾ അടിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങൾ. റൗണ്ട് ഓഫ് 32 പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചസൊക്കെ വരാൻ തുടങ്ങി. കഴിഞ്ഞിപ്പോൾ ഈ കാനഡയും സൗത്ത് ആഫ്രിക്കയും വലിയൊരു സുഖമില്ല. കാരണം നമ്മളാരും അങ്ങനെ അത്ര ഉറ്റു നോക്കിയൊരു മാച്ചല്ല. ഇനിയിപ്പോൾ ഈ ബ്രസീൽ തൊട്ട് മാച്ച് നടക്കുന്നുണ്ട്. നമുക്കറിയാം റൗണ്ട് ഓഫ് 32ൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ കുഞ്ഞു മാച്ചുകൾ അർജൻറ്റീനയും ബ്രസീലുള്ള സൈഡ്. പക്ഷേ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി തീർക്കുകയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റത്തൊക്കെ ചെയ്യാണ്. അതായത് ഹോളണ്ട് വേഴ്സസ് സ്വീഡൻ തന്നെയല്ലേ, അതിന് ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ, ഹോളണ്ട് വേഴ്സസ് മൊറോക്കോ. അങ്ങനെ ബിഗ് മാച്ചസ് അല്ല. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡ് ആണെങ്കിൽ പൊക്കി, ലെഫ്റ്റ് സൈഡാണെങ്കിൽ തമ്മിൽ തീർക്കുക. അങ്ങനത്തെ ഒരു സൈഡുമാണ് ലെഫ്റ്റ് സൈഡ് റൗണ്ട് ഓഫ് 32 ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ബ്രസീലും അർജൻറ്റീനയും സെമി വരാൻ ചാൻസ് ഉണ്ട്. പോർച്ചുഗലും അർജൻറ്റീനയും ഫൈനൽ വരാൻ ചാൻസ് ഉണ്ട്. അത് ഫൈനൽ വന്നു കഴിഞ്ഞാൽ മോനെ, ലോകത്ത് ഇന്നേ വരെ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു മാച്ചായിരിക്കും പോർച്ചുഗൽ വേഴ്സസ് അർജൻറ്റീന ഫൈനൽ എന്ന് പറയുന്നത്. അയ്യോ, ആ ഒരു ഫൈനൽ ഭയങ്കര സിനിമാറ്റിക് ആയിരിക്കില്ലേ. നടന്നു കഴിഞ്ഞാൽ പോർച്ചുഗൽ ടീമിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. അവർ കളിക്കുന്നുണ്ടോ ഇല്ലേ, സിങ്ക് ഉണ്ടോ ഇല്ലയോ, ലാസ്റ്റ് കൊളംബിയനായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. ബട്ട് സ്റ്റിൽ ആ കാര്യം നമുക്ക് എടുത്ത് മാറ്റി വെച്ചാൽ അവർ എന്നാലും സ്റ്റിൽ എത്തിപ്പെടാനുള്ള ഒരു ടീമുണ്ടല്ലോ അവർക്ക്. നോക്കൗട്ടിൽ കിട്ടിയ പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തല്ലോ. അങ്ങനെ പോർച്ചുഗൽ എല്ലാം കഴിഞ്ഞ് വെട്ടി ഇവിടെ എത്തുന്നു. ഇവിടെ അർജൻറ്റീന വെട്ടി ഇവിടെ എത്തുന്നു. പോർച്ചുഗൽ വേഴ്സസ് അർജൻറ്റീന. അയ്യോ, എന്തായാലും ഞാനൊരു ബ്രസീലിയൻ ഓഡിയനാണ്. എനിക്ക് ബ്രസീൽ ഫൈനലിലെത്തി നെയ്മർ കപ്പെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എടുക്കും, അതിനുള്ള ടീം ബ്രസീലുണ്ട്. ബ്രസീൽ എടുക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതൊക്കെയാണ് ബ്രസീൽ വേഴ്സസ് നമ്മുടെ ജപ്പാൻ വേഴ്സസ് മാച്ചിൻ്റെ എൻ്റെ കാര്യങ്ങൾ. പിന്നെ എൻ്റെ കണ്ടൻസ് ഇഷ്ടമാണ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായിരിക്കും ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. താങ്ക് യു സോ മച്ച്.